അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ദഅവാനുഭവങ്ങൾ 28. മിഷനറിമാർ എന്തുകൊണ്ടാണിങ്ങനെ? ഈസാ മസീഹിൻ്റെ ഇഞ്ചീൽ സ്വഹാബിയായ ലൂക്കോസ് എഴുതിയ പ്രകാരം ജനാബ് തെയോഫിലോസെ യഹൂദ്യ സുൽത്താനായ ഹെരോദോവിൻ്റെ കാലത്ത് അബിയാക്കൂറിൽ സക്കരിയാവ് എന്നു പേരുള്ള ഒരു മുസ്ലിയാർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഹാറൂൺ നബിയുടെ പുത്രിമാരിൽ ഒരുവളായിരുന്നു. അദ്ദേഹം കൂറിൻ്റെ ക്രമപ്രകാരം റബ്ബിൻ്റെ സന്നിധിയിൽ മുസ്ലിയാരായി ശുശ്രൂഷ ചെയ്തു വരുമ്പോൾ യഹൂദികളുടെ മുസ്ലിയാർ അനുഷ്ഠിക്കേണ്ട പ്രകാരം റബ്ബിൻ്റെ പള്ളിയിൽ ചെന്ന് ധൂപം കാട്ടുവാൻ അദ്ദേഹത്തിന് മനസ്സ് വന്നു. ബാംഗ്ലൂരിലെ ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകത്തിൻ്റെ തുടക്കത്തിലെ പരാമർശങ്ങളാണിവ. ലൂക്കോസിൻ്റെ സുവിശേഷവും അപ്പോസ്തല പ്രവർത്തികളും ഉൾക്കൊള്ളുന്ന പുസ്തകത്തിൻ്റെ തലക്കെട്ട് നിത്യജീവൻ്റെ വചനമെന്നാണ്. ഈസാ മസീഹിൻ്റെ ഇഞ്ചീലും അപ്പോസ്തലന്മാരുടെ പ്രവർത്തികളും ഈസയുടെ വളരെ അടുത്ത സഹാബിയായ ലൂക്കോസ് എഴുതിയ പ്രകാരമെന്നാണ് ഈ പഠനപ്പതിപ്പിൻ്റെ തലക്കെട്ടിന് കീഴിൽ എഴുതിയിരിക്കുന്നത്. ഖുർആനിനെ പോലെ ദൈവീകമാണെന്ന് മുസ്ലിങ്ങൾ കരുതുന്ന ഇഞ്ചീലിലുള്ളതാണ് തങ്ങൾ പഠിപ്പിക്കുന്ന ആശയങ്ങളെന്നും ഇഞ്ചീൽ തന്നെയാണ് തങ്ങളുടെ കൈകളിലുള്ള സുവിശേഷങ്ങളെന്നും വരുത്തുവാനും അങ്ങനെ മുസ്ലിങ്ങളെ ക്രിസ്തുമതത്തിലേക്ക് ആകർഷിക്കുന്നതിനും വേണ്ടി തയ്യാറാക്കിയ പുസ്തകമാണിതെന്ന് വ്യക്തം. ഇഞ്ചീൽ, സ്വഹാബി, മുസ്ലിയാർ എന്നിങ്ങനെ മുസ്ലിങ്ങൾ അവരുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന പദങ്ങൾ ഉപയോഗിച്ച് മുസ്ലിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാമെന്ന് കരുതിക്കൊണ്ടുള്ള ഈ കൃതി പുറത്തിറക്കിയത് ഏതെങ്കിലും പ്രാദേശികരായ സുവിശേഷ ഗ്രൂപ്പുകളല്ല. ഇന്ത്യൻ ഭാഷകളിൽ ബൈബിൾ പ്രസിദ്ധീകരിക്കുന്നതിനായുള്ള ഔദ്യോഗിക സ്ഥാപനമായ ബാംഗ്ലൂരിലെ ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയാണ്. വളഞ്ഞ മാർഗങ്ങളിലൂടെയുള്ള മതപ്രചരണം മിഷനറിമാരുടെ ഔദ്യോഗിക രീതിയാണെന്ന് വ്യക്തമാക്കുന്ന കൃതികളിലൊന്നാണിത്. ഇതേപോലെയുള്ള കുറേയേറെ പുസ്തകങ്ങൾ മിഷനറിമാർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, ഇന്നും പ്രസിദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. മർക്കസുൽ ബിഷാറ, കാൾ ഓഫ് ഹോപ്പ് എന്നിവ പ്രസിദ്ധീകരിച്ച മലയാളത്തിലും ഇംഗ്ലീഷിലുമുള്ള ഇത്തരം കുറേ പുസ്തകങ്ങളും ലഘുലേഖകളുമായാണ് ഞാൻ അന്തമാനിലേക്ക് കപ്പൽ കയറിയത്. ഡിഗ്രി അധ്യയനത്തോടൊപ്പം നടന്നിരുന്ന ബൈബിൾ പഠനത്തിനിടയിലാണ് അന്തമാനിലേക്ക് പോകേണ്ടി വന്നത് എന്നതിനാലായിരുന്നു ഇത്. ക്രിസ്തുമതത്തെയും ബൈബിളിനെയും കുറിച്ചും മിഷനറിമാരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും മനസ്സിലാക്കുകയും മുസ്ലിങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന മിഷനറിമാരെ പ്രതിരോധിക്കാനുള്ള പ്രായോഗിക മാർഗങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് അന്ന് കൈവശമുണ്ടായിരുന്ന ക്രിസ്ത്യൻ സുവിശേഷകരുടെ പുസ്തകങ്ങളെല്ലാം കയ്യിലെടുത്തത്. ഡിഗ്രി ഫൈനലിനോടനുബന്ധിച്ച് പഠനം തുടങ്ങിയ കമ്മ്യൂണിസത്തെക്കുറിച്ചുള്ള പുസ്തകങ്ങളായിരുന്നു പിന്നീട് എൻ്റെ ലഗേജിൽ കാര്യമായി ഉണ്ടായിരുന്നത്. ഞാൻ കയ്യിൽ കൊണ്ടുപോയ പുസ്തകങ്ങളോടൊപ്പം പോർട്ട് ബ്ലെയറിലെ പബ്ലിക് ലൈബ്രറിയിലെ വിഷയസംബന്ധിയായ ഗ്രന്ഥങ്ങളും ഉപയോഗിച്ച് അന്തമാനിലെത്തിയ ശേഷം ആദ്യമായി പഠിക്കാൻ ശ്രമിച്ചത് മിഷനറിമാരുടെ മതപ്രചാരണ ചരിത്രവും അവർ സ്വീകരിക്കുന്ന രീതികളുടെ സാധുതയെയും കുറിച്ചാണ്. മിഷനറിമാരെക്കുറിച്ച് പഠിക്കാനിരുന്നപ്പോൾ എൻ്റെ മുന്നിൽ പ്രധാനമായും ഉണ്ടായിരുന്നത് ശരിയല്ലെന്ന് സാധാരണഗതിയിൽ തോന്നുന്ന മാർഗങ്ങൾ ഉപയോഗിച്ച് മതപ്രചാരണം നടത്താനും മതത്തിലേക്ക് ആളുകൾ ആകർഷിക്കാനും ചേർക്കാനുമെല്ലാം അവർ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണെന്ന ചോദ്യമായിരുന്നു. യാതൊരു വിധത്തിലുള്ള പ്രലോഭനങ്ങളുമില്ലാതെയുള്ള ആദർശ പ്രബോധനമാണ് ഇസ്ലാം നിഷ്കർഷിക്കുന്നതെന്നും നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ പോലും ചതിയും വഞ്ചനയും ഒന്നും പാടില്ലെന്നും മദ്രസാ കാലം മുതൽ പഠിച്ചിരുന്നതിനാലാണെന്ന് തോന്നുന്നു മിഷനറിമാരുടെ ഇത്തരം പ്രചാരണ രീതികൾ തികച്ചും വിചിത്രമായാണ് അനുഭവപ്പെട്ടത്. അള്ളാഹു മാത്രമാണ് ആരാധനകളെല്ലാം അർഹിക്കുന്നതെന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദൈവദൂതനാണെന്നും കൃത്യമായി ഉൾക്കൊണ്ട ശേഷം അക്കാര്യം സാക്ഷ്യം വഹിക്കുമ്പോൾ മാത്രമാണ് ഒരാൾ മുസ്ലിമാകുന്നത് എന്നിരിക്കെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുള്ള ഇത്തരം മിഷനറി അഭ്യാസങ്ങൾ കൊണ്ട് ഒരിക്കലും ഒരാളെ യഥാർത്ഥ ക്രിസ്ത്യാനിയാക്കാൻ കഴിയുകയില്ലെന്നായിരുന്നു എൻ്റെ വിലയിരുത്തൽ. പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെയുള്ള പ്രചാരണ രീതികൾ മിഷനറിമാർ ഉപയോഗിക്കുന്നുവെന്ന പ്രശ്നത്തെക്കുറിച്ച് പഠിക്കാനാണ് അന്തമാനിലെത്തിയ ശേഷം ആദ്യം ശ്രമിച്ചത്. ക്രൈസ്തവവൽക്കരണത്തിന് വേണ്ടിയുള്ള മിഷനറിമാരുടെ തന്ത്രകുതന്ത്രങ്ങളെക്കുറിച്ച് പഠനം നമ്മെ എത്തിക്കുക പോപ്പ് ഗ്രിഗറി 15 മാർപ്പാപ്പയുടെ 1623 ജനുവരി 31 ഡിഗ്രിയിലാണ്. സഭയുടെ അടിസ്ഥാന വിശ്വാസങ്ങളും ആചാരവും നിലനിർത്തിക്കൊണ്ട് തന്നെ പ്രാദേശിക സംസ്കാരത്തിൻ്റെ മൂല്യവത്തായ അംശങ്ങൾ സ്വീകരിക്കുകയും അവയോട് അനുരൂപപ്പെടുകയും ചെയ്ത് മറ്റു മതങ്ങളോടും സംസ്കാരങ്ങളോടും സംവാദത്തിന് കഴിയണമെന്നാണ് ഡിഗ്രി നിർദ്ദേശിക്കുന്നത്. സുവിശേഷ പ്രചാരണത്തിന് വേണ്ടി മാത്രമായുള്ള
വിശ്വാസ വ്യാപനത്തിനായുള്ള ദൈവിക സഭ സ്ഥാപിക്കപ്പെട്ടത് ഈ ഡിഗ്രിയുടെ അടിസ്ഥാനത്തിലായിരുന്നു. ലോകവ്യാപകമായി നടക്കുന്ന കത്തോലിക്ക മിഷനറി പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുകയും ഏകോപിപ്പിക്കുകയും സാമ്പത്തിക നട്ടെല്ലായി വർത്തിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയുള്ള റോം ആസ്ഥാനമാക്കിയുള്ള ഈ സഭ പിൽക്കാലഘട്ടത്തിൽ അറിയപ്പെട്ടത് ലോകരെ സുവിശേഷവൽക്കരിക്കുന്നതിനായുള്ള സഭ എന്നാണ്. വ്യത്യസ്ത നാടുകളിൽ ജീവിക്കുന്ന വ്യത്യസ്ത സംസ്കാരങ്ങളുള്ളവർക്കിടയിൽ സുവിശേഷ പ്രവർത്തനത്തിന് പറ്റുന്നവരെ പരിശീലിപ്പിച്ചെടുക്കുന്നതിനായി റോമിൽ 1627 പൊന്തിഫിക്കൽ അർബൻ കോളേജ് സ്ഥാപിച്ചത് ഇതിൻ്റെ കീഴിലായിരുന്നു. സാംസ്കാരിക അനുരൂപണം അഥവാ ഇൻകൾച്ചറേഷൻ എന്ന് വ്യവഹരിക്കപ്പെടുന്ന ഡിഗ്രിയിലെ നിർദ്ദേശങ്ങളെക്കുറിച്ച് ലുഡ്വിഗ് വോങ് പാസ്റ്റർ എഴുതിയ ദ ഹിസ്റ്ററി ഓഫ് ദ പോപ്സ് ഫ്രം ദ ക്ലോസ് ഓഫ് ദ മിഡിൽ ഏജസ് എന്ന ബൃഹത് ഗ്രന്ഥത്തിൻ്റെ 27-ാം വാള്യത്തിൽ വായിക്കാൻ കഴിയും. ഈ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മറ്റ് മതക്കാരെ ആകർഷിക്കാൻ എന്ന പേരിൽ നടത്തപ്പെടുന്ന മിഷനറി കോപ്രായങ്ങളെല്ലാം ന്യായീകരിക്കപ്പെടുന്നത് എന്നാണ് പഠനങ്ങൾ ബോധ്യപ്പെടുത്തിയത്. സാംസ്കാരിക അനുരൂപണത്തിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമായി കത്തോലിക്ക സാഹിത്യങ്ങൾ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് ഇറ്റാലിയൻ ജെസ്യൂട്ട് മിഷനറിയായ റോബർട്ടോ ഡി നൊബിലിയുടെ ഇന്ത്യയിലെ പ്രവർത്തനങ്ങളാണ്. പോർച്ചുഗീസ് അധിനിവേശത്തോടനുബന്ധിച്ച് 1605 ഇന്ത്യയിലെത്തുകയും മദ്രാസിലെ മൈലാപ്പൂരിൽ വെച്ച് 1656 തൻ്റെ 79-ാം വയസ്സിൽ മരണപ്പെടുകയും ചെയ്ത നൊബിലി ഗോവയിലാണ് എത്തിയതെങ്കിലും തൻ്റെ പ്രവർത്തന കേന്ദ്രമായി തിരഞ്ഞെടുത്തത് തമിഴ്നാട്ടിലെ മധുരയാണ്. അവിടെ അദ്ദേഹം ഒരു സന്യാസിയായാണ് അറിയപ്പെട്ടത്. കാഷായ വസ്ത്രമണിഞ്ഞ് നെറ്റിയിൽ തൻ ചന്ദന ഭസ്മം പൂശി തല മുണ്ഡനം ചെയ്ത് കുടുമ വച്ച ഒരു സാക്ഷാൽ സന്യാസി. വൈജ്ഞാനിക ഗുരുവെന്നർത്ഥം വരുന്ന തട്ടുവം ആചാര്യർ എന്ന പേര് സ്വീകരിക്കുകയും താൻ ഇരിക്കുന്ന സ്ഥലത്തിനെ കോവിൽ എന്ന് വിളിക്കുകയും വേദമെന്ന പേരിൽ ബൈബിൾ വിതരണം നടത്തുകയും ചെയ്തുകൊണ്ടായിരുന്നു അദ്ദേഹം ഹിന്ദുക്കൾക്കിടയിൽ മിഷനറി പ്രവർത്തനം നടത്തിയത്. പിതാവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും പുത്രൻ്റെയും പ്രതീകങ്ങളായി 3 ചരടുകൾ എടുക്കുകയും അത് പിരിച്ച് അതുകൊണ്ട് പൂണ്ണൂൽ ധരിക്കുകയും ചെയ്ത് സാക്ഷാൽ ബ്രാഹ്മണ വേഷത്തിലായിരുന്നു നൊബിലിയുടെ സുവിശേഷ വേല. ഹിന്ദുക്കൾക്കിടയിലുള്ള സുവിശേഷ പ്രവർത്തനങ്ങൾക്കായി താനൊരു ഹിന്ദുവായി തീരുകയാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മിഷനറി പ്രവർത്തനങ്ങൾ. ബ്രാഹ്മണർ പാകം ചെയ്ത ഭക്ഷണങ്ങൾ മാത്രം കഴിക്കുകയും കീഴ്ജാതിക്കാരോട് ഐത്തം പ്രകടിപ്പിക്കുകയുമെല്ലാം ചെയ്ത് ഒരു സവർണ ബ്രാഹ്മണനാണ് താനെന്ന രൂപത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ മിഷനറി വേല. തൻ്റെ മധുര മിഷന് കീഴിൽ നിർമ്മിക്കപ്പെട്ട ക്രിസ്ത്യൻ പള്ളിക്കകത്തേക്ക് പ്രവേശനമുണ്ടായിരുന്നത് സവർണർക്ക് മാത്രമായിരുന്നു. ക്ഷേത്രങ്ങളിലേതുപോലെ കീഴ്ജാതിക്കാരുടെ സ്ഥാനം ചർച്ചിന് പുറത്തായിരുന്നു. ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ 50 വർഷക്കാലത്തെ സുവിശേഷ വേല കൊണ്ട് ഉയർന്ന ജാതിക്കാരടക്കമുള്ള 30,000-ഓളം പേരെ അദ്ദേഹം മതപരിവർത്തനം ചെയ്യിച്ചതായി ശിഷ്യനായ ബാൽത്താസാർ ഡാ കോസ്റ്റ പറയുന്നുണ്ട്. ഹൈന്ദവ ജീവിതക്രമം മുഴുവൻ സ്വീകരിച്ചുള്ള സുവിശേഷ പ്രവർത്തനത്തിൻ്റെ സാധുതയെപ്പറ്റി പാതിരിമാർ പോലും സംശയിക്കുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ. ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് ശരിയാണോ എന്ന് ഗോവയിലെ ആർച്ച് ബിഷപ്പ് സംശയം പ്രകടിപ്പിച്ചപ്പോൾ പോപ്പ് ഗ്രിഗറി 15 ഇടപെടുകയും നൊബിലിക്ക് അനുകൂലമായ വിധി പുറപ്പെടുവിക്കുകയും ചെയ്തുവെന്നാണ് ചരിത്രം. ചൈനലൈൻ മിഷനറി പ്രവർത്തനങ്ങളുടെ തുടക്കക്കാരിൽ ഒരാളായ ഇറ്റാലിയൻ ജെസ്യൂട്ട് മിഷനറി മാട്ടിയോ റിക്കിയുടെ പ്രവർത്തനങ്ങളാണ് സാംസ്കാരികാനുരൂപണത്തിനുള്ള മറ്റൊരു ഉദാഹരണം. ചൈനക്കാർക്കിടയിലുള്ള കോൺഫ്യൂഷ്യസ് പിതൃവന്ദന ആചാരങ്ങൾ പിന്തുടർന്ന് അവരുടെ ദൈവത്തിന് പകരം ക്രിസ്തുവിനെ പ്രതിഷ്ഠിച്ചുകൊണ്ട് അവരെ ക്രിസ്ത്യാനികളാക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. കോൺഫ്യൂഷ്യസ് പ്രാർത്ഥനകൾ അന്ധവിശ്വാസമായും മനുഷ്യനിർമ്മിത ആരാധനയായും കണക്കാക്കിയ ഡൊമിനിക്കൻ മിഷണറിമാരെ എതിർത്തുകൊണ്ടാണ് റിക്കിയും ജെസ്യൂട്ടുകളും അവരുടെ സുവിശേഷ വേലയുമായി മുന്നോട്ടു പോയത്. ഡൊമിനിക്കനുകളും ജെസ്യൂട്ടുകളും തമ്മിൽ വർഷങ്ങളോളം നീണ്ടുനിന്ന ഈ ചൈനീസ് ആചാര തർക്കം അഥവാ ചൈനീസ് റൈറ്റ്സ് കോൺട്രവേഴ്സി 1715 പോപ്പ് ക്ലിമന്റ് 11 അന്തിമ തീർപ്പ് കൽപ്പിക്കുന്നതുവരെ നിലനിന്നു. ഡൊമിനിക്കുകൾക്ക് അനുകൂലമായായിരുന്നു മാർപ്പാപ്പയുടെ തീരുമാനം. സാംസ്കാരിക അനുരൂപണത്തിന് വേണ്ടിയുള്ള മാർപ്പാപ്പയുടെ ആഹ്വാനത്തെയും അതോടനുബന്ധിച്ച് ലോകമെമ്പാടും നടന്ന വിക്രിയകളെയും കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ മനസ്സിലുയർന്ന അടുത്ത ചോദ്യം ഇങ്ങനെയെല്ലാം മതപ്രചാരണം നിർവഹിക്കുവാൻ മിഷനറിമാരെ പ്രേരിപ്പിക്കുന്നത് എന്താണെന്നായിരുന്നു.
അതേക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിച്ചപ്പോഴാണ് മിഷനറി മതപ്രചാരണത്തിൻ്റെ വേരുകൾ സ്ഥിതി ചെയ്യുന്നത് ക്രിസ്തുവിൻ്റെയോ അപ്പോസ്തലന്മാരുടെയോ കളങ്കരഹിതമായ മതപ്രചാരണത്തിലല്ലെന്ന് മനസ്സിലായത്. പുതിയ കടൽ മാർഗങ്ങളും ഭൂപ്രദേശങ്ങളും കണ്ടെത്തുകയും അവിടങ്ങളിൽ അധിനിവേശം നടത്തി തങ്ങളുടേതാക്കുകയും ചെയ്യാൻ വേണ്ടിയുള്ള യൂറോപ്യൻ രാജ്യങ്ങളുടെ പരിശ്രമങ്ങളുടെ ഭാഗമായി രൂപപ്പെട്ടതാണ് ആധുനിക മിഷനറിമാരുടെ പ്രവർത്തനങ്ങൾ. ക്രൂരവും വഞ്ചനാത്മകവുമായ ഏത് മാർഗങ്ങൾ ഉപയോഗിച്ചും നാടുകൾ തങ്ങളുടേതാക്കി തീർക്കുകയെന്ന യൂറോപ്യൻ രാഷ്ട്രതന്ത്രത്തിന് സമാന്തരമായി വളർന്നു വന്ന മിഷനറിമാരുടെ മതപ്രചാരണ തന്ത്രങ്ങൾക്കും സ്വാഭാവികമായും അതേ മുഖവും രീതികളും ഉണ്ടാവുകയായിരുന്നു. കണ്ടെത്തലുകളുടെ കാലഘട്ടം അഥവാ ഏജ് ഓഫ് എക്സ്പ്ലോറേഷൻ എന്ന് വിളിക്കപ്പെടുന്ന 15-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം മുതൽ 17-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം വരെയുള്ള കാലഘട്ടത്തിലുണ്ടായ അധിനിവേശത്തിനായുള്ള യൂറോപ്പുകാരുടെ ആവേശത്തിലാണ് കോളനികളായി തീർന്ന സ്ഥലങ്ങളിലുള്ളവരുടെ മനസ്സുകൾ നേടിയെടുക്കുകയും ക്രിസ്ത്യാനികളാക്കുകയും ചെയ്യുന്നതിനായുള്ള മിഷനറിമാരുടെ ആവേശത്തിൻ്റെയും ബീജങ്ങൾ സ്ഥിതി ചെയ്യുന്നതെന്നാണ് പഠനങ്ങൾ ബോധ്യപ്പെടുത്തിയത്. ക്രിസ്തുവിൻ്റെ സുവിശേഷ പ്രചാരണ നിർദ്ദേശവുമായി ബന്ധമൊന്നുമില്ലാത്ത മിഷനറിമാരുടെ നേതൃത്വത്തിൽ മുസ്ലിങ്ങൾക്കിടയിൽ നടക്കുന്ന സാംസ്കാരിക അധിനിവേശത്തെ പ്രതിരോധിക്കാൻ ഏറ്റവും നല്ലത് ക്രിസ്തുവചനങ്ങൾ തന്നെയാണെന്ന സനാഉല്ലാ മഖ്തി തങ്ങളുടെ വീക്ഷണത്തിൻ്റെ സാധുത കൂടിയാണ് പഠനങ്ങൾ വ്യക്തമാക്കിയത്. 1415 ആഗസ്റ്റ് 22 പോർച്ചുഗീസുകാർ ആഫ്രിക്കൻ നഗരമായ സെയൂത്ത ആക്രമിച്ച് കീഴടക്കുന്നതിലൂടെ ആരംഭിക്കുന്നതാണ് യൂറോപ്യൻ അധിനിവേശത്തിൻ്റെയും കോളനിവൽക്കരണത്തിൻ്റെയും ചരിത്രം. അതിൻ്റെ വേരുകൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നറിയണമെങ്കിൽ റോമൻ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയ്ക്ക് മുമ്പും ശേഷവുമുള്ള ക്രിസ്തുമതത്തിൻ്റെ ചരിത്രം മനസ്സിലാക്കണം. യേശുക്രിസ്തുവിന് ശേഷമുള്ള ആദ്യ നൂറ്റാണ്ടുകളിൽ വിശേഷിച്ചും നെറോ, ഡിയോക്ലീഷ്യൻ എന്നീ ചക്രവർത്തിമാരുടെ ഭരണകാലത്ത് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ അനുഭവിച്ച ആദർശത്തിൻ്റെ പേരിലുള്ള പീഡനങ്ങൾക്ക് അവസാനമാകുന്നത് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ 313 മിലാൻ പ്രഖ്യാപനം വഴിയാണ്. അതിനുശേഷമാണ് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി 330 കോൺസ്റ്റന്റിനോപ്പിൾ തൻ്റെ പുതിയ തലസ്ഥാനമായി സ്വീകരിക്കുകയും ബൈസന്റൈൻ സാമ്രാജ്യം ആരംഭിക്കുകയും ചെയ്തത്. അതിനുശേഷം 5 പതിറ്റാണ്ടുകൾ കഴിഞ്ഞ് 380 തിയോഡോസിയസ് ഒന്നാമൻ ചക്രവർത്തി ക്രിസ്തുമതത്തെ ബൈസന്റൈൻ സാമ്രാജ്യത്തിൻ്റെ ഔദ്യോഗിക മതമായി പ്രഖ്യാപിച്ചു. അതോടുകൂടി അവിടെയുണ്ടായിരുന്ന പൗരാണിക മതങ്ങൾ ഇല്ലാതെയാവുകയും അവരുടെ ആചാരങ്ങളും ആഘോഷങ്ങളുമെല്ലാം സ്വാംശീകരിച്ചുകൊണ്ടുള്ള ക്രിസ്തുമതം നിർമ്മിക്കപ്പെടുകയും ചെയ്തു. അവിടെയുണ്ടായിരുന്ന മിത്രമതക്കാരുടെ ക്ഷേത്രങ്ങൾ ക്രൈസ്തവ പള്ളികളായി മാറ്റിയതോടെ റോമിൻ്റെ ക്രൈസ്തവവൽക്കരണം പൂർത്തിയായെങ്കിലും പഴയ റോമിൻ്റെ സംസ്കാരം തന്നെ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് ബൈസന്റൈൻ സാമ്രാജ്യം ചെയ്തത്. റോമക്കാർ അപരിഷ്കൃതർ അഥവാ ബാർബേറിയന്മാർ എന്ന് വിളിച്ച ഗോത്രവർഗക്കാരുടെ നേതാവ് ഒഡോ ആസർ 476 സെപ്റ്റംബർ 4 റോമ ചക്രവർത്തിയായ റൊമുലസ് അഗസ്റ്റുലസിനെ പരാജയപ്പെടുത്തി ഭരണം പിടിച്ചെടുത്തതോടെയാണ് റോം അധോഗതിയിലേക്ക് ആപതിക്കുവാൻ തുടങ്ങിയത്. ബാർബേറിയൻ ഭരണകാലത്തും മതരംഗം കൈകാര്യം ചെയ്തിരുന്നത് ക്രൈസ്തവ സഭ തന്നെയായിരുന്നു. ഗോത്ത്, വാൻഡലുകൾ, ഫ്രാങ്കുകൾ, ഹൻസ്, ഓസ്ട്രോഗോത്ത്, ആംഗ്ലോസാക്സൻസ് തുടങ്ങിയ ബാർബാറിക് ഗോത്രങ്ങളെ ക്രിസ്ത്യാനികളാക്കാൻ അവർക്ക് കഴിഞ്ഞു. ആദ്യം ത്രിത്വമോ യേശുവിൻ്റെ ദിവ്യത്വമോ അംഗീകരിക്കാത്ത ആര്യൻ ക്രിസ്ത്യാനികളായാണ് മാറിയതെങ്കിലും ക്രമേണ അവർ കത്തോലിക്ക മതത്തിൻ്റെ അനുയായികളായി തീർന്നു. ക്രിസ്തുമതത്തെ ഔദ്യോഗിക മതമായി സ്വീകരിച്ചതിന് ശേഷവും സാംസ്കാരിക, വിദ്യാഭ്യാസ, ശാസ്ത്രീയ, സാമൂഹിക മേഖലകളിൽ പഴയ പ്രതാപം നിലനിർത്തിയിരുന്ന ബൈസന്റൈൻ സാമ്രാജ്യം പക്ഷേ ബാർബേറിയന്മാരുടെ ഭരണത്തിന് കീഴിൽ ഈ രംഗങ്ങളിലെല്ലാം അധോഗതിയിലേക്ക് കൂപ്പുകുത്തി. തങ്ങൾ അംഗീകരിച്ചുകൊണ്ടുള്ള ബാർബേറിയൻ ഭരണക്രമത്തിൽ ഇടപെടാതെ സഭാ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുകയെന്ന നിലപാട് സ്വീകരിച്ച കത്തോലിക്ക സഭ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെല്ലാം മുന്നിൽ നിന്നുകൊണ്ട് ഇക്കാലത്ത് യൂറോപ്പിനെ ഇരുട്ടിലേക്ക് നയിക്കുകയാണ് ചെയ്തത്. ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എഴുത്തുമായി ചെന്ന ദൂതൻ ഹാരിസ് ഇബ്നു ഉമൈറിനെ വധിച്ചുകൊണ്ട് ഇസ്ലാമിനോടുള്ള ശത്രുത പ്രഖ്യാപിച്ച ബൈസന്റൈൻ സഖ്യത്തിലായിരുന്ന ഗസാനികളോടുള്ള പ്രതികാരമെന്ന നിലയിൽ ഉരുത്തിരിഞ്ഞ മോത്ത യുദ്ധമാണ് മുസ്ലിങ്ങളുമായി ബൈസന്റൈൻ സാമ്രാജ്യം നടത്തിയ ആദ്യത്തെ യുദ്ധം. ഈ യുദ്ധത്തിൽ മുസ്ലിങ്ങൾക്ക് കാര്യമായ നേട്ടങ്ങളൊന്നും ഉണ്ടാക്കാനായില്ലെങ്കിലും ഹിജറ 13 അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് നടന്ന അജ്നാദൈൻ യുദ്ധം മുതൽ ബൈസന്റൈൻ സാമ്രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ ഇസ്ലാമിന് കീഴിലേക്ക് വന്നുകൊണ്ടിരുന്നു. യർമുക്ക് യുദ്ധത്തിലൂടെ സിറിയയും
അലക്സാണ്ട്രിയ യുദ്ധത്തിലൂടെ ഈജിപ്തുമെല്ലാം ഇസ്ലാമിക സാമ്രാജ്യത്തിൻ്റെ ഭാഗമായി തീർന്നു. 1071 നടന്ന മാൻസിക്കാർട്ട് യുദ്ധത്തിൽ സെൽജൂക്ക് തുർക്കികൾ അനത്തോളിയ, ഇന്നത്തെ തുർക്കി, കീഴടക്കിയതോടെ ബൈസന്റൈൻ സാമ്രാജ്യത്തിൻ്റെതായിരുന്ന വലിയൊരു ഭൂഭാഗം തന്നെ ഇസ്ലാമിക സാമ്രാജ്യത്തിൻ്റെ കീഴിൽ ആയിത്തീർന്നു. തലസ്ഥാനമായിരുന്ന കോൺസ്റ്റന്റിനോപ്പിൾ 1453 ഒട്ടോമൻ സാമ്രാജ്യത്തിന് കീഴിലാകുന്നതോടെയാണ് ബൈസന്റൈൻ സാമ്രാജ്യം നാമാവശേഷമാകുന്നത്. ബൈസന്റൈൻ ഭരണം അവസാനിക്കുകയും ഇസ്ലാമിക ഭരണം ആരംഭിക്കുകയും ചെയ്തത് വലിയ അനുഗ്രഹമായാണ് ആ പ്രദേശങ്ങളിൽ ജീവിച്ചിരുന്ന അമുസ്ലിങ്ങൾ പോലും കരുതിയത്. തങ്ങളുടെ സഭക്കാരല്ലാത്ത ക്രിസ്ത്യാനികളെയും ജൂതന്മാരെയുമെല്ലാം പീഡിപ്പിക്കുകയും മതം മാറാൻ നിർബന്ധിക്കുകയും ചെയ്തിരുന്ന ബൈസന്റൈൻകാരിൽ നിന്ന് തങ്ങളെ രക്ഷപ്പെടുത്തിയ വിമോചകരായാണ് സിറിയക്കാരും ഈജിപ്തുകാരും ജെറൂസലേംകാരും അനത്തോളിയക്കാരുമെല്ലാം മുസ്ലിം സൈന്യത്തെ കണ്ടത്. 451 ഏഷ്യ മൈനറിലെ സിഡോണിൽ വെച്ച് നടന്ന സഭാ കൗൺസിൽ അംഗീകരിച്ച ക്രിസ്തുവിൽ പൂർണ്ണ ദൈവത്തിൻ്റെയും പൂർണ്ണ മനുഷ്യൻ്റെയും രണ്ട് വ്യക്തിത്വങ്ങൾ ഒരേപോലെ ഒന്നിച്ചിരിക്കുന്നു എന്ന വിശ്വാസ പ്രമാണം അംഗീകരിക്കാത്ത ക്രിസ്ത്യാനികൾ നേരിടേണ്ടി വന്ന പീഡനങ്ങളെക്കുറിച്ച് ബാർട്ടി എൽഹാം ദ ഓർത്തഡോക്സ് കറപ്ഷൻ ഓഫ് സ്ക്രിപ്റ്റേഴ്സ് എന്ന ഗ്രന്ഥത്തിൽ വിവരിക്കുന്നുണ്ട്. ആര്യന്മാരെയും നെസ്തോറിയന്മാരെയും മോസ്നോസഫൈറ്റുകളെയും അവർ പാഷണ്ഡന്മാരാണെന്ന് വിധിച്ച് പലതരം പീഡനങ്ങൾക്ക് ബൈസന്റൈൻ ഭരണകൂടം വിധേയമാക്കി. ക്രിസ്തുവിൻ്റെ കൊലയാളികളാണെന്ന് മുദ്രടിക്കപ്പെട്ട ജൂതന്മാർ സഹിച്ച പീഡനങ്ങളെയും നേരിടേണ്ടി വന്ന നിർബന്ധിത മതം മാറ്റത്തെയും കുറിച്ച് ആൻഡ്രൂ ഷെർഫിൻ്റെ ജൂസ് ആൻഡ് അതർ മൈനോറിറ്റീസ് ഇൻ ബൈസന്റേനിയം എന്ന ഗ്രന്ഥത്തിൽ വായിക്കാൻ കഴിയും. പീഡിതരായ മതന്യൂനപക്ഷങ്ങൾക്കെല്ലാം ആശ്വാസമായാണ് അവിടെ ഇസ്ലാമിക ഭരണം ആരംഭിച്ചത് എന്നതിനാൽ ഈ വിഭാഗങ്ങളെല്ലാം ഇസ്ലാമിക സാമൂഹ്യക്രമത്തിന് സ്വാഗതമേകി. അവരെ സംരക്ഷിത പ്രജകൾ അഥവാ ദിമ്മികളായി പരിഗണിക്കുകയും എല്ലാ വിധത്തിലുമുള്ള മതസ്വാതന്ത്ര്യവും സംരക്ഷണവും നൽകുകയുമാണ് മുസ്ലിം ഭരണാധികാരികൾ ചെയ്തത്. മുസ്ലിം ഭരണാധികാരികളുടെ ഈ നിലപാടിൻ്റെ മതപരവും സാമൂഹികവുമായ മാനദണ്ഡങ്ങളെക്കുറിച്ച് മിൽക്ക ലെവി റൂബിൻ്റെ നോൺ മുസ്ലിംസ് ഇൻ ദ ഏർലി ഇസ്ലാമിക് എംപയർ ഫ്രം സറണ്ടർ ടു കോഎക്സിസ്റ്റൻസ് എന്ന കൃതിയിൽ വിവരിക്കുന്നുണ്ട്. സാമൂഹ്യ ജീവിതത്തിൽ സജീവമായി ഭാഗവാക്കാവുകയും ഉന്നതമായ സ്ഥാനമാനങ്ങൾ വഹിക്കുകയും ചെയ്ത നിരവധി ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും ഇസ്ലാമിക ചരിത്രം പരിചയപ്പെടുത്തുന്നുണ്ട്. അമുസ്ലിങ്ങൾക്ക് മേൽ മതം അടിച്ചേൽപ്പിക്കുകയോ മതത്തിൻ്റെ പേരിൽ അവരെ പീഡിപ്പിക്കുകയോ ചെയ്ത കാര്യമാത്ര പ്രസക്തങ്ങളായ സംഭവങ്ങളൊന്നും മുസ്ലിം ഭരണ ചരിത്രത്തിൽ നിന്ന് ചരിത്രകാരന്മാർ ഉദ്ധരിക്കുന്നില്ല.